ഹലോ ഫാമിലി, സാറയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ നെയ്ച്ചോറ്. അത് ദം ചെയ്ത നെയ്ച്ചോറുണ്ട്. ഞാനൊരു യൂട്യൂബർ നമ്മുടെ വീണ ചേച്ചിയുടെ ഇതിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല എന്ന് പറഞ്ഞിട്ട് ഒരു റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. 1.5 കിലോ ഉണ്ട്. ഇത് 1.5 കിലോ കഴുകിയിട്ട് 20 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി കിട്ടും. ഊറ്റി വെക്കുക. അത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് ഊറ്റി വെക്കുക. പിന്നെ ഈ സവാള, നമ്മൾ സവാള വറക്കത്തില്ലേ പൊരിക്കാൻ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേളിൽ ഇങ്ങനെ ഇടാനായിട്ട് ഏകദേശം ഒരു 4 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രീതി സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിക്സി ഉണ്ടെങ്കിൽ അതിൽ ചപ്പാത്തി കുഴക്കാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ജാറ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഈ സാധനം ഒന്ന് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ അതിൽ വീണ ചേച്ചി പറയുന്നൊരു ടിപ്പുണ്ട്. കുറച്ചുപ്പ്, ഏകദേശം ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഒരു 1/2 സ്പൂൺ പഞ്ചസാര. കണ്ടോ, ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ആക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സാക്കി വെച്ചിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ സൺഫ്ലവറോ അല്ലെങ്കിൽ തവിടെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഓയിൽ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് നെയ്യിൽ വറുക്കുന്നത് നല്ലതാണെന്നാണ് വീണ ചേച്ചി പറയുന്നത് അതിൽ. പക്ഷെ നെയ്യ് അത്രയൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാമ്പത്തിക ഇതിൽ അത്രയും മുതലാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഓയിലിൽ ഇച്ചിരി നെയ്യിട്ട് കൊടുക്കുക. ഒരുപാട് ചൂടാവരുത് കേട്ടോ എണ്ണ. ഒരുപാട് ചൂടിലായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഒരുപാട് കുറച്ചിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, തളർന്നങ്ങ് പോവും. സവാളയിൽ കുറേ ഇങ്ങനെ അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കണം. ചൂടായി കണ്ടോ, ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പറയാം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക. എന്നിട്ട് നമുക്ക് സവാള എടുക്കാം. ഇതിനാണ് കുറച്ച് സമയം വേണ്ടത് കേട്ടോ. നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇതൊക്കെ അരിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. അതായത് ടിന്നിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ ഇതിനു മുമ്പ് പല വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു സവാള ഇട്ട് നോക്കാം. കണ്ടോ, പിന്നെ നമുക്ക് ഇതങ്ങ് എല്ലാം ഇടാം കേട്ടോ. കുറച്ചിട്ടിടണമെന്നില്ല, ഇതങ്ങ് ഒതുങ്ങിക്കോളും. ഇപ്പോൾ 4 സവാളയുണ്ട്. ഈ 4 സവാളയിൽ നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഇതേ കണ്ടോ, ഇതുപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണം കേട്ടോ. 4 സവാള ഇച്ചിരി കൂടുതലായിരിക്കും, എന്നാലും 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം എടുക്കോട്ടെ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ. സമയമുള്ള ഇതാണിത്. അപ്പോൾ നമുക്ക് വലിയ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഇത് വറുത്ത് വെക്കണം നല്ലതാണെന്നതാണ് ഞാൻ പറഞ്ഞു. ഇതങ്ങ് ഒരുമിച്ചിട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ തീ അതനുസരിച്ച് ഒരുപാട് കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇടുക. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ വറുത്തെടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. കുറച്ച് സമയം എടുക്കട്ടെ ഇതിന്. അപ്പം ഞാൻ ഈ അരി നമ്മൾക്ക് വേവിക്കാനുള്ള ഒരു വെള്ളമാണിത്. അതായത് ഇതിന് പ്രത്യേകിച്ച് അളവില്ല. വെള്ളം കൂടുതൽ വലിയൊരു പാത്രം എടുത്തോളുക. അതായത് നല്ലോണം അരിക്ക് തിക്കും തിരക്കൊന്നും ഇല്ലാതെ നല്ലോണം വിശാലമായി കിടന്ന് വേവാനുള്ള സ്പേസ് വേണം. നിറച്ച് വെള്ളം എടുത്തോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അളവില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളം എടുത്ത് വെച്ചു. ചെറുതായിട്ട് ഇപ്പുറത്തെ ഗ്യാസ് ചെറുതാണ്, അപ്പോൾ അതിൽ വെച്ചേക്കുവാണ് ഓൺ ചെയ്ത്. പിന്നെ അത് കൂടാതെ നമുക്കിതിന് വേണ്ട സാധനങ്ങളാണ് ഈ ജീരകം. ഞാൻ പെരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഒരു 8-10 വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി അല്ല കേട്ടോ, ഏലക്കായ ഉണ്ട്, പട്ടയുണ്ട്. കണ്ടോ, ഒരു 5-6 ഉണ്ട് പട്ട. കുരുമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ് കേട്ടോ. വീണ ചേച്ചിയും അതിലങ്ങനെ വേണമെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ ഇട്ട് നോക്കി. ചേച്ചിയുടെ ചാനലിൽ സാജീരകം എന്ന് പറഞ്ഞിട്ടൊരു ജീരകം ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പെരിഞ്ജീരകം ഇട്ടത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില ചേച്ചി ഇട്ടിട്ടില്ല. പക്ഷേ മല്ലിയില ഇട്ടപ്പോൾ നല്ലൊരു ഇത് തോന്നി കേട്ടോ. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് മഞ്ഞപ്പൊടി, ഇച്ചിരി വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി,
ഇത് പൈനാപ്പിൾ എസൻസ് കുറച്ച് ഒരു കുഞ്ഞി സ്പൂൺ പൈനാപ്പിൾ എസൻസ് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ യെല്ലോ കളർ ഇടേണ്ടവർക്ക് യെല്ലോ കളർ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേറെ കളറൊന്നും ചേർക്കട്ടല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കറി എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ്, കുറച്ചധികം സവാളയുണ്ട്, 3-4 സവാള, പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്. എരിവില്ല ഈ പ്രാവശ്യം വന്ന പച്ചമുളകിന്. അപ്പോൾ 3 തക്കാളി, കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ചിക്കന് ഞാൻ വറുത്ത് വെച്ചതാണ്. അതായത് നമുക്കിഷ്ടമുള്ളവരെ വറുക്കാം. നമ്മൾ വീട്ടിലെ അമ്മമാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ചിക്കൻ വറുക്കണം. ഞങ്ങളിവിടെ വറുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അരച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് വെച്ചു. ഇച്ചിരി തൈര് ഇട്ടായിരുന്നു, പുളിയില്ലാത്ത തൈര് ഇട്ടിട്ടാണ് ഞാൻ. ആ തൈര് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര കടുകട്ടിയായി പോകത്തില്ല. അതായത് ചിക്കൻ കണ്ടിട്ടില്ലേ, ചിലതൊക്കെ വറുത്ത് വരുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇച്ചിരി തൈര് നമ്മൾ ചേർക്കണം, നല്ലതാണ്. അപ്പോൾ ചിക്കൻ വറക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി അരച്ചെടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ കേട്ടോ, ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ ഒരുപാട് അങ്ങ് വറുത്തെടുക്കരുത്. ഒരു മീഡിയം ലെവല്, മീഡിയത്തിൽ താഴെ അങ്ങ് വറുത്ത് വെക്കുക. എന്നിട്ട് ആ വറുത്ത ചിക്കനാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു റൈസ് ചുമ്മാ സ്പൂണും കൊണ്ട് കോരി കഴിക്കാനും ടേസ്റ്റാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞാൻ ഒരുപാട് വട്ടമായി ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ശനിയാഴ്ചയാണല്ലോ, ഇന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ നാളെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റ് ആയിക്കോട്ടെ. നാളെ സൺഡേ അല്ലേ, സൺഡേ ബീഫാണ് വാങ്ങിക്കണമെങ്കിലും ഈ റൈസ്, അതായത് എല്ലാത്തിൻ്റെ കൂടെ ഇത് പോകുന്നുണ്ട്. നല്ല ഞാൻ അന്നമ്മയ്ക്കൊക്കെ ആണെങ്കിലും റൈസ് ഉണ്ടാക്കിയിട്ട് ഞാൻ തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം മിക്സ് ചെയ്തൊക്കെ കൊടുക്കും. അവൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ വെറുതെ സ്പൂൺ കൊണ്ട് കഴിക്കാനും ടേസ്റ്റാണിത്. പിന്നെ ഞങ്ങളുടെ ഒരു എരിവിറച്ചി വിന്താലു എന്നൊക്കെ പറയും, എരിവിറച്ചി വിന്താലു, പിന്നെ വിനാഗിരി ഇറച്ചി എന്നൊക്കെ പറയും. അതിൻ്റെ കൂടി ഒരു ദിവസം കഴിച്ചു നോക്കിയിട്ടോ. അയ്യോ എൻ്റെ മക്കളെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ. അല്ലെങ്കിൽ എരിവിറച്ചി ഇഷ്ടമുള്ളവർക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റുള്ള സാധനമാണത്. അത് ഞാൻ റെസിപ്പി ഇടാം കേട്ടോ, കാരണം അത് ഭയങ്കര പണിയാണെന്ന് കരുതുന്നവരുണ്ട്. ഞാൻ വെക്കുന്ന ഒരു എളുപ്പ വഴിയും അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഗൾഫിലൊക്കെ പോണവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ജോലി സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു ബീഫിൻ്റെ ഒരു കറിയാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻസ് വിഭവം എന്നാണ് പണ്ട് മുതലേ പറയുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ജാതി മതമൊന്നുമില്ല, എല്ലാത്തിലും എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് നല്ല ബീഫ് ഇവിടെ കിട്ടണില്ലെന്നേ, എനിക്ക് വല്ലപ്പോഴൊക്കെ നല്ല പോത്തിറച്ചി കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം കണ്ടോ ഇവിടെ വെറുതെ ചൂടാക്കാൻ വെച്ചതാണ്, അനങ്ങിയിട്ടൊന്നുമില്ല, കുഞ്ഞി ഗ്യാസാണ്. അപ്പോൾ ഈ സവാളയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ കണ്ടോ ഇത് ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒത്തിരി സമയം എടുക്കും, ഒരു 10-15 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും. ഇത് കണ്ടോ ഇപ്പം ഈ കളറായി. ഒരുപാട് ബ്രൗൺ കളർ ആകുന്ന വരെ വെക്കരുത് കേട്ടോ, കാരണം ഈ സാധനം നമ്മൾ കോരി എടുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കളറും വരും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഭയങ്കര ബ്രൗൺ കളർ നമ്മൾ ഇതാകുന്നവരെ ഇത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഒരു കറുത്തിട്ട് ഒരു കളറും വരും, ടേസ്റ്റും ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 ഇളക്കും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതങ്ങ് കോരി മാറ്റാം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, അതിൽ വീണ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആദ്യം അബദ്ധം പറ്റിയതാണ്. നന്നായിട്ട് ബ്രൗൺ ആവണവരെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് എന്നിട്ട് ലാസ്റ്റ് ഭയങ്കര ഒരു ടേസ്റ്റ്, കയ്പ്പ് പോലത്തെ ടേസ്റ്റായി. അപ്പോൾ ഇപ്പോൾ ഈ പാകത്തിന് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് കോരി മാറ്റാം കേട്ടോ. ഇത് നമ്മളൊരു ഊറ്റപ്പാത്രത്തിലോ അല്ലെങ്കിൽ നല്ലോണം എണ്ണ മാറ്റിയിട്ടാണെങ്കിൽ ഒരു പാത്രത്തിലോ ഇടാം കേട്ടോ. കോരി മാറ്റാവേ, അത് കോരി മാറ്റട്ടെ കേട്ടോ. കണ്ടോ കംപ്ലീറ്റ് ഞാൻ കോരി മാറ്റി. നോക്കിയേ കളർ, ഇപ്പോൾ നോക്കിയേ കളർ മാറിയിരിക്കണുണ്ടോ, കുറച്ചുകൂടി വെളിച്ചത്തേക്കുണ്ടെന്ന് കാണിച്ചിട്ട് കണ്ടോ. ആ ഒരു കളറിൽ നമ്മൾ കോരിയില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇപ്പോൾ കറക്റ്റ് കളറിലാണ്, ഒരുവിധം ബ്രൗണിഷ് ആയി തുടങ്ങുമ്പോഴേ കോരി വെക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, നല്ല ഇതായിട്ടിട്ട്. ഇപ്പോൾ എണ്ണയിൽ കുറച്ച് കഴിയുമ്പോൾ ഞാനിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ, അത്രയും ക്രിസ്പിയാണ്. ഇനി നമുക്ക് ഞാൻ കുറച്ചധികം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാട്ടെ എന്തിനാണെന്നുള്ളത്. അത് വേണമെങ്കിലും മതി കേട്ടോ. ഇതൊക്കെ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് കുറച്ച് ഇരിക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് കംപ്ലീറ്റ് എടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് ഇതായിട്ടെടുക്കാം. ഒരുപാട് ഈ എണ്ണ പിന്നെ നമുക്കിനി വല്ല പപ്പടം വറക്കാനോ ഉപയോഗിച്ച എണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്, പക്ഷേ
നമ്മൾ ഇത്രയും എണ്ണ കൊണ്ട് ഇങ്ങനെ കളയും. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ആ എണ്ണയിൽ തന്നെ വറുത്തെടുത്താൽ മതി കേട്ടോ. കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനത് ചിക്കനിലേക്ക് വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തത്. അതിനൊരു നിർബന്ധവും ഇല്ല എടുക്കണമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിൾ എസൻസും മഞ്ഞപ്പൊടിയും കൂടി ഒരു കളറിന്, അത് നമുക്ക് വേണമെങ്കിൽ മതി കേട്ടോ. നമുക്ക് ആ നെയ്യുടെ ഫ്ലേവർ തന്നെ മതി നെയ്ച്ചോറിനെന്നുണ്ടെങ്കിൽ. എസൻസ് ഒക്കെ ഒഴിവാക്കാം. പക്ഷെ എനിക്ക് ആ ഒരു ബിരിയാണിയുടെ സ്മെല്ല് വരുമല്ലോ, ആ സ്മെല്ലാണ് എനിക്കിഷ്ടം. അപ്പോൾ എസൻസ് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളർ വന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇതൊന്ന് വറുത്ത് കോരി വെക്കട്ടെ കേട്ടോ. കണ്ടോ, ഇത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ സവാള നോക്കി, സവാള അതേ ശബ്ദം കേൾക്കാൻ പറ്റണ്ട. അതായത് നമ്മൾ തലേ ദിവസമാണെങ്കിലും വറുത്ത് വെച്ചാലും ഇത് കിട്ടോട്ടെ. ഇത് ആ പഞ്ചസാരയും ഉപ്പും കൂടി ഇടണതിൻ്റെ കേട്ടോ. നല്ല കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ശബ്ദം? അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതേ വലിയ ഗ്യാസൊന്നുമല്ല ഉള്ളതിൽ ഏറ്റവും തീ കൂടുതലുള്ളതിലാണ് വെള്ളം വെച്ചേക്കണത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങൾ കണ്ടോ. ഞാൻ പെരിഞ്ജീരകമാണ് എടുത്തേക്കണത്. അതിൽ വീണ ചേച്ചി പറയുന്നുണ്ട് സാജീരകം എന്ന് പറഞ്ഞിട്ട് ജീരകം വേണമെങ്കിൽ അതിടാം. പിന്നെ ഇതിൽ ഒരു 10 കരയാമ്പ് ഉണ്ടാവും, ഒരു 10 കുരുമുളക് ഉണ്ടാവും, ഒരു 3-4 ചെറിയ കഷ്ണം പട്ടയുണ്ട്, ഒരു 10 എണ്ണോളം ഏലക്കായ ഉണ്ട്. നമ്മളുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നാലും ഒരു മിനിമം ഇത്രയൊക്കെ വേണം എന്ന് തോന്നണം. കാരണം ഞാനിത് വെച്ചിട്ട് ഇത്രയും വേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഇടുക കേട്ടോ. ഇതിടുക. പിന്നെ ഇതിൽ ഉപ്പിടണത്, ഉപ്പ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിടണം. കാരണം ഇച്ചിരി മുമ്പിൽ നിൽക്കണം എന്നാണ്. അതെനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇച്ചിരി ഉപ്പ് മുമ്പിൽ നിൽക്കണം. നമ്മൾ കുറച്ച് ഏകദേശം 2 സ്പൂണോളം ഇട്ടിട്ടാ. എന്നിട്ട് നമുക്കിത് ഇളക്കി നോക്കാം എങ്ങനെയാണ് ഉപ്പ് എന്നുള്ളത് കേട്ടോ. ഇളക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് ഇച്ചിരി പോരാതെ ഉണ്ട്. ഞാൻ കുറേ വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ കട്ട പിടിച്ച് പോയാലോ നല്ല വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് ഇതേ ഈ സ്പൂണിൽ ഇപ്പോൾ ഏകദേശം 3 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1.5 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ജീരകശാല റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അത് കൂടാതെ നമ്മുടെ ബസ്മതി റൈസില്ലേ നീളത്തിലരി, അതുകൊണ്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അതേ ഉള്ളൂ കയ്യിൽ, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇത് സെയിം പ്രൊസീജിയർ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ കേട്ടോ ഒന്നും കൂടി ഉപ്പ്. ഇപ്പം ഏകദേശം ഉപ്പ് നല്ലതായിട്ടുണ്ട്. ഭയങ്കര കടുവ ഉപ്പല്ല കേട്ടോ. എന്നാൽ ഉപ്പാണ് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളൊരിത് വേണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്ച്ചോറാണല്ലോ, അപ്പം നെയ്യാണ് ഞാനൊരു 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ നെയ്യൊക്കെ അധികം കഴിക്കാൻ പറ്റാത്തവർ നെയ്യ് അധികം ഇടരുത് കേട്ടോ. പിന്നെ അതിൽ ചേച്ചി പറയുന്നൊരു ടിപ്പുണ്ട്. പക്ഷെ അത് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞ അതേ സെയിം ഇതിൽ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതായത് ഇത് നമ്മൾ നെയ്യല്ല ഉണ്ട്, അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഇടുവാണെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് ചേച്ചി. അപ്പം ഞാൻ 1 സ്പൂൺ പോരട്ടോ, അത് ഇച്ചിരി കൊള്ളുണ്ടായിരുന്നുള്ളൂ സ്പൂണിലതേ. അപ്പോൾ ഏകദേശം 1 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടത് പകുതി സ്പൂണായിപ്പോയി, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒഴിച്ചത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്, 2-3 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇടുമ്പോഴേക്കും അതൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ടേസ്റ്റ് മാറും ശരിക്കും. അപ്പോൾ ഇതിനി തിളക്കണം. അതൊരു ചടങ്ങാണ്. കാരണം ഗ്യാസിൻ്റെ ഇതുപോലെ ഇരിക്കും. വലിയ അടപ്പല്ലോ, നമ്മളുടെയൊക്കെ വീടുകളിൽ ഇത്രയല്ലേ ഗ്യാസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളക്കട്ടെ. തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ തിളച്ച് തുടങ്ങി കേട്ടോ. എന്നിട്ട് നമുക്കിനി റൈസ് ഇടാം. അതിലേക്ക് റൈസ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കണേണ്. നന്നായിട്ട് കഴുകി 20 മിനിറ്റ് വെള്ളത്തിലിടണം. എന്നിട്ട് അതിൽ നിന്ന് ഊറ്റി ഇതുപോലെ ഹോളുള്ളതേ കണ്ടോ, ഇതുപോലെ ഹോളുള്ള പാത്രത്തിൽ ഊറ്റി വെച്ചാൽ നന്നായിട്ട് പോകും. ഞാൻ ഈ റൈസ് ഇടട്ടെ കേട്ടോ. റൈസ് ഫുള്ള് ഞാൻ ഇതിലിട്ടോ കണ്ടോ. ഫുള്ള് ഇട്ട് നന്നായിട്ട് വെള്ളമുണ്ട്. ഇത് കണ്ടോ, നല്ല വെള്ളത്തിൽ കിടന്ന് വേവണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. പിന്നെ നമ്മൾ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഇട്ടേക്കണോണ്ട് ഇങ്ങനെ വിട്ട് നിൽക്കും കണ്ടോ, തിളക്കണുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് ഇതിനെ വേവിക്കാം. ഒരുപാട് വേവിച്ച് കളയരുത് കേട്ടോ.
ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമ്മളൊരു ചോറ് ആ ഒരു ചോറായി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് എടുത്ത് നെക്കി നോക്കുമ്പോൾ നെങ്ങണ ഒരു പാകമുണ്ട്. ഏകദേശം ഒരു 3/4 വേവ് എന്ന് പറയും. എന്തോന്ന് ചോദിച്ചാൽ വെന്തില്ല, വേവാറായോ എന്ന് ചോദിച്ചാൽ ആ ഒരു പാകം. ഇത് കിടന്ന് വേവട്ടെ കേട്ടോ. ഞാൻ ഇപ്പുറത്തെ ഗ്യാസിൽ, ഭയങ്കര വലിയ തീയുള്ള ഗ്യാസല്ല കേട്ടോ, അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ട് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സവാള, ഒരു 3-4 സവാള, അത്യാവശ്യം ഗ്രേവി വേണമല്ലോ, ഒരു 10 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് നിങ്ങൾ പാകം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമുക്ക് എരിവുള്ള പച്ചമുളകല്ല. ഈ സവാളയിൽ നമ്മൾ ചിക്കന് ഉപ്പിട്ടിട്ടുണ്ട്, ആ ഓർമ്മ വേണം. അപ്പോൾ ഈ സവാളയിൽ ഒരു കുറച്ച് ഉപ്പ് ഇട്ടേക്ക്, അതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ആവത്തില്ല, കാരണം ചെറിയ ഗ്യാസിലാണ്. പക്ഷെ ഇത്രയൊക്കെ തീയുള്ളൂ. നമ്മൾ റൈസ് വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റാം. ഇത് സാവധാനം അവിടെ കിടന്ന് വഴലട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണേ. ചോറ് ഇവിടെ നമ്മൾ വേവുന്നുണ്ട്. തിള വരുന്നേ ഉള്ളൂ, തിളച്ച് നന്നായിട്ട് വേവട്ടെ. നമ്മുടെ റൈസ് അവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിടുന്നതെല്ലാം മിക്കവാറും നമുക്ക് കുക്കിംഗ് വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷേ ഞാനിതിലിടുന്നത് ഏറ്റവും വേഗത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കുറുക്ക് വഴികൾ അങ്ങനത്തെയാണ്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ജീവിയാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. കുക്കിംഗ് മാത്രം ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഞാൻ ചെയ്യുന്നതും ഓരോ ഡെയിലി റുട്ടീനിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തീരട്ടെ, എന്നിട്ട് നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് യാത്ര ചെയ്ത് കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലും ഞാൻ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കാണിച്ചിട്ട്, പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയത്, പിന്നെ പോകുമ്പോഴും നമുക്ക് അതിൻ്റെതായ ചിലവുണ്ടല്ലോ, നമുക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വെച്ചാൽ മാക്സിമം ഈ യൂട്യൂബിൽ ഒറിജിനലായിട്ട് ഉള്ള കാര്യം ആരെയും പേടിക്കാതെ എന്ത് പ്രൊഡക്റ്റിനെയും എന്ത് ഷോപ്പിനെയും എന്ത് ഫുഡിനെ കുറിച്ചും പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ യൂട്യൂബ് ഉള്ള കാലം വരെ എന്നാണ്. ഞാൻ അതിൽ ഒരുപാട് വെറുപ്പുകളൊക്കെ ഞാൻ സമ്പാദിച്ചേക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അതെല്ലാം എനിക്കറിയാം. പക്ഷേ യൂട്യൂബിൽ പലരും കാരണം ഞാൻ മോശം ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്, മോശം പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബർമാരെ വിശ്വസിച്ചിട്ട് പോയിട്ട് പല കുടിയിലും ഞാൻ പോയി ചാടിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കിട്ടുന്നത് മതി എനിക്ക്. ഇപ്പോൾ പ്രൊമോഷൻസ് ചെയ്യുന്നതാണെങ്കിലും 1-2 കാര്യങ്ങൾ വന്നു, പക്ഷേ അതിൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, കുറച്ചെങ്കിലും വ്യത്യാസമില്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ചെയ്യത്തില്ല. അപ്പം തന്നെ അവർ ആ വഴി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പേര് പറയാത്തത് വേണ്ട, അതൊരു ചെറിയ പ്രൊഡക്റ്റാണ്, അതുകൊണ്ടുള്ളൊരു ജീവിതമാർഗം എൻ്റെ ഒരു ഇതുകൊണ്ട് പോവണ്ട. അപ്പോൾ യൂട്യൂബിൽ എപ്പോഴും ജെന്യൂനായിട്ട് നിൽക്കുക, ആരെയും പേടിക്കാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. നാളെ വരെ അല്ലെങ്കിൽ യൂട്യൂബ് ഉള്ള കാലം വരെ അങ്ങനെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ വരുന്ന പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആ റൈസ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഏകദേശം നല്ലോണം പകുതി വേവായിട്ടുണ്ട്. നമ്മളിങ്ങനെ നെക്കി നോക്കുമ്പോൾ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇത് ഒരു നിർബന്ധമില്ല, 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു നിർബന്ധമില്ല. വീണ ചേച്ചിയുടെ ഇതിൽ ഇതില്ല, പക്ഷെ ഞാനിത് ചെയ്തത് വെറുതെ ഈ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ നെക്കി നോക്കണം. ഒരു ചോറെടുത്തിട്ട് ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ നമുക്ക് ആ പാകം അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. 2 പാത്രത്തിലായിട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെ 2 പാത്രത്തിലായിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഊറ്റക്കൈയിലും കൊണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള ഇപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റിയിട്ടാ. ഇപ്പുറത്ത് നമ്മളിങ്ങനെ, ഇതിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്ന കല്ലാണ്. നിങ്ങളുടെ അടുത്ത് കട്ടിയുള്ള മറ്റേ ഇതില്ലേ, ഫ്രൈ പാൻ പോലത്തെയൊക്കെ വലിയത് ദോശപ്പാനൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ളത്, അത് വെക്കുക. എൻ്റെ അടുത്ത് കട്ടിയുള്ള പാത്രം എന്ന് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ റൈസ് വേവിച്ചത് മാത്രമേ എനിക്ക് കട്ടിയുള്ള പാത്രമുള്ളൂ. അപ്പോൾ അതായത് ഇത് വെക്കുക, അതിൻ്റെ മേളിൽ കട്ടിയുള്ളൊരു പാത്രം. നമ്മുടെ കയ്യിൽ കുക്കറാണുള്ളെങ്കിൽ കുക്കർ വെക്കാം.
അതായത് അടികട്ടി വേണം എന്ന് മാത്രമേ ഉള്ളൂ. അടി കട്ടിയില്ലെങ്കിൽ ഒരു ഇതുണ്ടാവത്തില്ല, അതായത് കരിഞ്ഞു പോവേ അങ്ങനെ നമ്മൾ ദം ചെയ്യാൻ പോവുക. അപ്പോൾ അടിയിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കുറഞ്ഞ തീയായിരിക്കണം, എടുത്തു പറയുവാണ്, കുറഞ്ഞ തീയായിരിക്കണം. അപ്പോൾ നമുക്കിനി ദം ചെയ്ത് തുടങ്ങാം. ഇവിടെ ചിക്കൻ്റേത് ഇങ്ങനെ സവാള വഴന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മളിത് കണ്ട സൗണ്ട് കേൾക്കണ്ട, ഇങ്ങനെ ആയി കിട്ടും. കാണുന്നുണ്ട് ഈ കളറായി. നമ്മൾ എടുത്തപ്പോൾ ഈ കളറായിരുന്നില്ലല്ലോ, കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഈ കളറാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യിടാം. നെയ്യെല്ലാം നമ്മളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നെയ്ച്ചോറിന് നെയ്യ് വേണം, എന്നാലും ഒരുപാടങ്ങ് വേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. ആദ്യം നെയ്യിട്ടിട്ട് നമുക്ക് റൈസ് ഇട്ട് തുടങ്ങാം. ഞാനിപ്പോഴത്തെ ഗ്യാസിൻ്റെ അവിടെ വെച്ചേക്കണോണ്ട് ഇച്ചിരി സൗകര്യക്കുറവുണ്ട്, കാരണം ഇവിടെ ടിന്നുകളൊക്കെ ഇരിക്കുക. നമുക്ക് റൈസ് ഇടാം കേട്ടോ. ഈ കട്ട പിടിച്ചിരിക്കണം കണ്ടിട്ട് നിങ്ങൾ ഇതാവണ്ട കേട്ടോ, ഇത് കറക്റ്റാവും ഈ ദം ചെയ്ത് കഴിയുമ്പോൾ. ഞാനൊരു ലെയർ റൈസ് ഇടട്ടെ കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് ഇതിട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും കുറച്ചിടുക. എന്നിട്ട് വീണ്ടും കുറച്ച് നെയ്യെല്ലാം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി. നെയ്യധികം. പിന്നെ നമ്മളുടെ ഇത് കണ്ടല്ലോ, ഞാൻ എസെൻസ് ഇതാക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി കലക്കിയിട്ട്. യെല്ലോ കളർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എനിക്കൊരു കളറ് കിട്ടാനാണ് കേട്ടോ. എനിക്ക് ഈ നടക്ക് മഞ്ഞ കളറും ഈ ഒരു എസെൻസിൻ്റെ, പൈനാപ്പിൾ എസെൻസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇതാണ് ഒരു ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ ചോറിടണം. രണ്ടാമത്തെ ലെയർ ഇട്ടു. ഞാൻ ആദ്യം ഇനിയിപ്പോൾ ആ മഞ്ഞ കളർ ഇടാന്നിരുന്നു, നിങ്ങൾക്ക് ആ മഞ്ഞ കളർ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പൈനാപ്പിൾ എസെൻസും മഞ്ഞൾപ്പൊടി, പിന്നെ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യ് കുറച്ചിട്ടു. എൻ്റെ നെയ്യിടലും വെളിച്ചെണ്ണ ഇടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേഗം ചാവും കേട്ടോ. അത് കണ്ട് ആരും ഫോളോ ചെയ്യണ്ട കേട്ടോ. നെയ്യൊക്കെ അവരവരുടെ ആവശ്യത്തിന്. നമ്മൾ വറുത്ത് വെച്ചാൽ ഇത് അടിപൊളിയായിട്ടാണെന്ന് അറിയാം വന്നേക്കണേ സവാള. എനിക്ക് തോന്നണ ആ പഞ്ചസാര ഉപ്പൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ അങ്ങനെ വരുന്നത്. പിന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് ഇനി അടുത്ത ലെയർ റൈസ് ഇടാം കേട്ടോ. ലാസ്റ്റത്തതും ഇട്ടു ഞാൻ മറ്റേ എസൻസ് ഒഴിക്കുന്ന മഞ്ഞ കളറ് എനിക്കിഷ്ടമാണ് കേട്ടോ. മഞ്ഞ കളർ ഇട്ട് ഇതിൽ കളറ് ചേർക്കുന്നവരുണ്ട് കേട്ടോ. മഞ്ഞ കളർ കിട്ടും, യെല്ലോ കളർ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കളർ കിട്ടും. അത് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. അതിൻ്റെ മേളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇടാം. പിന്നെ സവാള അധികം ഇടണ്ട കേട്ടോ. നമ്മൾ ഈ ആവി കൊണ്ടിട്ടേ ഇതിങ്ങനെ തള്ളരും ഭയങ്കരമായിട്ട്. നമുക്ക് ലാസ്റ്റ് സർവ് ചെയ്യണ സമയത്ത് ഇത്രയും ബാക്കി ഇതുണ്ട് ബാക്കി. ഇനി കുറച്ച് നെയ്യ് നമുക്കിനി ദം ചെയ്യാനുള്ളതാണല്ലോ. അപ്പം ഞാനൊരു 2-3 സ്പൂൺ നെയ്യ് ഇടണുണ്ട്. നല്ല ഇതായിട്ടിരുന്നോട്ടെ, എന്തായാലും പെട്ടെന്ന് വടിയാകും ഞാൻ ഇട്ടോ. ഇനി നമ്മളിത് കുറഞ്ഞ തീയിലായിരിക്കണം. കണ്ടോ, ഈ ഒരു ചട്ടി അതിൻ്റെ മേളിലാണ് നമ്മൾ ദം ചെയ്യണത് വെച്ചേക്കണത്. കുറഞ്ഞ തീയിലൊരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ തുറക്കണ്ട. കുറഞ്ഞ തീയായിരിക്കണം, എടുത്ത് പറയുവാണ്, കുറഞ്ഞ തീയായിരിക്കണം. അടച്ച് വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതവിടെ ആകുമ്പോഴേക്കും നേരത്തെ നമ്മൾ സവാള ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ അതിങ്ങനെ ഒരു വഴന്ന് വന്നപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് ഉടയണം. കുറച്ച് ഉപ്പ് ഞാൻ ഈ സവാളയിൽ ഇട്ടിട്ടുണ്ട്. ചിക്കന് നമ്മൾ ഉപ്പിട്ടാണല്ലോ വറക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് മൊരിയിച്ച് കളയരുത് കേട്ടോ ചിക്കൻ, അല്ലെങ്കിൽ ഒരു കല്ല് പോലെ ഇരിക്കും. ഒരുപാട് അങ്ങ് മൊരിയിക്കാതെ എടുക്കണേ. അപ്പോൾ നമ്മളുടെ ദം ചെയ്യുന്ന ആൾ ഇതുണ്ട്. കുറഞ്ഞ തീയിലായിരിക്കണം കേട്ടോ, കുറഞ്ഞ തീ ഓർമ്മിക്കുകയാണ്. പിന്നെയും ഒരു 10-15 മിനിറ്റ് മതി. തീരെ കണ്ടോ, ചെറിയ തീയിലാണ്. ഇതിനൊക്കെ നല്ല ചൂടായിരിക്കും. ഇതിങ്ങ് കേട്ടോ. പിന്നെ ഞാനേ ആ റൈസ് ഇട്ടപ്പോൾ ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയിട്ടാ തേങ്ങാപ്പാൽ ഒഴിച്ചത്. അത് ഇച്ചിരി ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ വൈകിപ്പോയതാണ്. ഒരു പകുതി ആവില്ലേ നമ്മൾ റൈസൊക്കെ ഇട്ട്, ഒരു പകുതി ആവുമ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കേട്ടോ. കാരണം ആ തേങ്ങാപ്പാലിൽ ബാക്കിയുള്ള വേവും കൂടി അങ്ങ് ആ ഒരു കുറച്ചുകൂടി വേവാനുള്ളത് ആ തേങ്ങാപ്പാലിൽ വേവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനത് മറന്നുപോയി, അതാണ് ആ ലാസ്റ്റ് ഒഴിച്ചത്. അപ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്, കാരണം നമ്മൾ ഊറ്റുമല്ലോ, അപ്പോൾ അതൊക്കെ ഊർന്ന് പോകുമല്ലോ. അപ്പോൾ ഒരു പകുതി ആകുമ്പോൾ തന്നെ ഇട്ടേക്കണേ. പിന്നെ ഒരു 3/4 ഭാഗം നമ്മൾ റൈസ് വെക്കുമ്പോൾ
നിൽക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്ന, അതായത് നീങ്ങുന്ന പാകം കേട്ടോ. ആ സമയത്തേ നമ്മൾ ഊറ്റിയേക്കണേ. എന്നിട്ട് ബാക്കി ദം ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ലാസ്റ്റ് നല്ല റൈസ് എല്ലാം വിട്ട് വിട്ട് നിൽക്കും കേട്ടോ. ഏകദേശം നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇതുപോലെ കുഴഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ ഈ സ്പൂൺ മാറ്റാം കേട്ടോ, നിങ്ങൾക്കൊരളവ് കിട്ടില്ലല്ലേ. ഞാനിങ്ങനെ ഈ കുഞ്ഞി സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടി ഇച്ചിരി അധികം ഇടുന്നുണ്ട്. ഇതിലൊരു 3 സ്പൂൺ പോയിട്ടോ. രണ്ടാമത്തെ സ്പൂൺ ഇട്ടാ, 1 സ്പൂൺ പോയേ. 3 സ്പൂൺ കണ്ടല്ലോ, 3 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം താഴെ പോയി, അത് പോയിട്ടിടുന്നത്. അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി അതുപോലെ തന്നെ നിറച്ച് 3 സ്പൂൺ ഇടാം കേട്ടോ. നിറച്ചിട്ടിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് മൊരിയണം. ഇനി ഇതിൽ ഞാൻ എരിവുള്ള മുളക് പൊടിയല്ല ഇട്ടിടുന്നത്, എരിവ് കുറഞ്ഞ മുളക് പൊടി. ഒരു കളറ് നല്ലൊരു ഭംഗിയായിട്ട് മാറും കുറച്ച് ഇടുമ്പോഴേ. നമുക്കൊരു ആ വെള്ളറിയ കളർ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരാനാണ്. പച്ചമുളകിൻ്റെ എരിവുണ്ട് ഇതിന്. അത് കൂടാതെ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. അത്യാവശ്യം എരിവ് വേണം ഇവിടെ. 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ ഇത് കഴിച്ച് നോക്കിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിനി പച്ചമുളക് അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മളുടെ കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ അതറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ കേട്ടോ. അയ്യോ, ക്യാമറ തിരിച്ചാണ് ഞാൻ തിരിച്ചേ. നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ, നന്നായിട്ട് മൊരിയട്ടെ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ അതിൻ്റെ എന്ത് സാധനങ്ങളാണ് അതിൻ്റെ സ്റ്റാൻഡും കൊണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ. ഇതെങ്ങനെ നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാനൊരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടാവും. ഞാനിതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ ഒരു ഉപ്പ് കുറവുണ്ട്. 1 സ്പൂൺ മസാലപ്പൊടിയുടെ കുറവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂണിൽ 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ അത്യാവശ്യം പാകമാണ്. ഭയങ്കര എരിവായാലും പിള്ളേർ കഴിക്കത്തില്ല. അത്യാവശ്യം ഉണ്ടിട്ട് എരിവ്, എന്നാലും ഭയങ്കര എരിവില്ല. നമുക്കിഷ്ടമുള്ളൊരു കണ്ടോ. ഇത്രയായി. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇടാം കേട്ടോ. അതിൻ്റെ ഒരു കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതിനോട് ഇട്ടതാണ് കേട്ടോ. ഉണ്ടല്ലോ, ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒറ്റക്കൈയും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയായിട്ട് എടുക്കാം. പക്ഷേ എനിക്കിഷ്ടം കുറേ മസാല അങ്ങ് കയറിയത് ഒന്ന് ടാലി ആക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഇത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ 1 ഗ്ലാസ് കട്ട തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ചിട്ടോ. കണ്ടല്ലോ, ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് മാറും മക്കളെ. നല്ല കുറുമേക്കില്ലേ, എന്നാൽ എരിവുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കുഴാന്ന് പറഞ്ഞാൽ ആകും ഇതിങ്ങനെ കേട്ടോ. ഒന്ന് ഇളക്കട്ടെ ഇത്. ഇപ്പം നല്ല ഇത് തേങ്ങാപ്പാലിൻ്റെ കളറും അല്ല, എന്നാൽ കളറിന് ഒരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8-10 അണ്ടിപ്പരിപ്പ് അത് മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ടാലുണ്ടല്ലോ, റിച്ചാണ് കറി. റിച്ച് എന്ന് പറയും. അതും പറഞ്ഞ് പൈസ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ തേങ്ങാപ്പാൽ ഇടുന്നതിന് മുമ്പുള്ള ആ കറിയില്ലേ, അത് തന്നെ ടേസ്റ്റാണ്. പക്ഷെ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പിൻ്റെ ഇതും കൂടി വരുമ്പോഴേക്കും നല്ല കുറുകുറാന്ന് പറഞ്ഞിരിക്കും കറി. നല്ല ഇതായിരിക്കും. പിന്നെ അധികം ഇട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഈ ഒരു പാകത്തിൽ നമുക്ക് ചെറിയൊരു കണ്ടോ, ഈ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മൾ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ എങ്ങനെയാന്നൊക്കെ.
എന്നിട്ട് ലാസ്റ്റ് എപ്പോഴും ഇടണ പോലെ തന്നെ കുറേ കറിവേപ്പില ഇങ്ങോട്ട് ഞെരടിയിടുക. കണ്ട, ഇനി ഇടാൻ പോകുന്നതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടാൽ മതി. നമ്മൾ ആ സവാള വറുത്തില്ലേ, കണ്ട, അതിൽ നിന്ന് ഒരു പിടി സവാള. പിന്നെ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് കൂടുതൽ വറുത്തില്ലേ, അതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടും കേട്ടോ, ഇട്ടേക്കാം. ഇനി കുറച്ച് ഇതേ ഇവിടെ മല്ലിയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. യുദ്ധഭൂമി പോലെയാണ് അടുക്കള ഇപ്പോൾ കിടക്കുന്നത്. ഇതേ ഇത്രയും മല്ലിയില കണ്ടല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ കറികളും പോലെ തന്നെ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ അടിപൊളിയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഏതെങ്കിലും സാലറിയൊക്കെ കിട്ടുന്ന സമയത്ത്, മാസം ആദ്യം എല്ലാവരും പൈസക്കാരല്ലേ, ഒരു 10-ാം തീയതി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും ദാരിദ്ര്യത്തിലോട്ട് പോകും. ആ EMI ആ സമയത്ത് ഈ അണ്ടിപ്പരിപ്പൊക്കെ മേടിച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ട് നമ്മൾ റിച്ചായിട്ട് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കറി നല്ല ഇതാണെന്നേ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ള നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടില്ലേ, അത് ഇച്ചിരി മസാലയൊക്കെ വഴുത്തി നമ്മൾ കറി വെക്കണ പോലെ കറി വെച്ചാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ ബീഫൊക്കെ ആണെങ്കിലും മതി. ഇത് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ രണ്ടും സെറ്റായി കഴിഞ്ഞു. നമുക്ക് ഇവനെ ഒന്ന് തുറക്കാം കേട്ടോ. നോക്കിയേ, ഓ പാത്രം ഇപ്പം നിരത്തിയിട്ട് വീണേ കണ്ടോ. ഇത് കണ്ടോ, നല്ല വിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ല വിട്ട് റൈസ് പോന്നിട്ടുണ്ട് കണ്ടോ. ഇതിനി നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്കിത് ഇവനെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഒന്നും ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. മല്ലിയില ഇതിപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ തളർന്നു പോകും. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സെർവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതേ സവാളയൊക്കെ ഇട്ട് ഇനി പിള്ളേർക്ക് അങ്ങ് കൊടുക്കാൻ പോവാം. ഇതുണ്ട്, സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടു. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കരുതേ. ദേ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കുറച്ച് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് ബിരിയാണിയെ എസൻസ് ഇട്ടിട്ടുണ്ടല്ലോ. ദേ ഈ കറി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറിയും കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ നമ്മൾ തേങ്ങാപ്പാൽ ഇടയ്ക്ക് വേവിക്കാൻ നേരത്തെ ഇടുന്നുണ്ടല്ലേ, ഈ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണേ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണത് നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആളെ കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട, ഇത് കിൻഡർ ജോലി കിട്ടിയതാണ് കേട്ടോ അന്നാമ്മയ്ക്ക്. ഷെഫിൻ്റെ പോലത്തെ ഒരു കൊച്ച്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ അന്നമ്മ എടുത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ ശരി കേട്ടോ, ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.